Hello guys, welcome back to my YouTube channel. I am back with another vlog. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സൺഡേ ആഫ്റ്റർ റുട്ടീനാണ്. ഞാനൊരു ഫുൾ ഡേ ആണ് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടിരുന്നത്. പക്ഷേ എനിക്ക് രാവിലെ ഞാൻ പഠിക്കാനിരുന്നപ്പോഴാണെങ്കിൽ ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി. സോ ഞാനിതൊരു ആഫ്റ്റർ റുട്ടീൻ അല്ലെങ്കിൽ ഒരു ഈവനിങ് റുട്ടീനായിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. തിങ്കളാഴ്ച ഒരു ടെസ്റ്റ് പേപ്പർ ഉണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. എനിക്ക് ജസ്റ്റ് റിവൈസ് ചെയ്താൽ മതിയായിരുന്നു. ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓൾറെഡി ടീച്ചർ പഠിപ്പിച്ച സമയത്ത് തന്നെ അത്യാവശ്യം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതെടുത്തിട്ട് ഏകദേശം ഒരു വീക്കായിട്ട്. അപ്പോൾ എനിക്ക് ടെസ്റ്റ് പേപ്പറിൻ്റെ മാർക്കൊക്കെ കിട്ടി. അതിനെനിക്ക് 25ൽ 24 ആയിരുന്നു, ഒരു മാർക്ക് പോയി. ഓക്കെ, ഞാൻ ടെസ്റ്റ് പേപ്പറിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത സമയത്ത് ആദ്യം ചാപ്റ്റർ നന്നായിട്ട് റിവൈസ് ചെയ്ത് കഴിഞ്ഞ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അതിൻ്റെ സോൾവ് ചെയ്യായിരുന്നു. യൂട്യൂബിൽ വീഡിയോസൊക്കെ ഉണ്ടല്ലോ ഇഷ്ടം പോലെ. ഞാൻ എക്സാമിനറിൻ്റെ വീഡിയോ ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് അത് ഞാൻ ഓരോന്ന് ഒരു വീഡിയോ ആയിരുന്നു, അത് ക്വസ്റ്റ്യൻസ് എടുക്കുന്നു, ഞാൻ ജസ്റ്റ് സോൾവ് ചെയ്യുന്നു. അപ്പം നമ്മൾ മാക്സിമം PYQ സോൾവ് ചെയ്യാം. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് ആ ഒരു ചാപ്റ്റർ നമ്മൾ വെറുതെ പഠിച്ചിട്ട് കാര്യമില്ല, നന്നായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് എങ്ങനെ വന്നാലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു സ്കില്ല് നമ്മൾ ഇമ്പ്രൂവ് ചെയ്തെടുക്കണം. ഞാൻ ആ ഒരു ചാപ്റ്റർ മാത്രം പഠിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഫുൾ മാർക്ക് ഒരിക്കലും കിട്ടുകയില്ലായിരുന്നു. അല്ലെങ്കിൽ ഫുൾ മാർക്കില്ല, 24ൽ ആ ഒരു മാർക്ക് എനിക്ക് കിട്ടുകയില്ലായിരുന്നു. കാരണം ഒരുപാട് മിസ്റ്റേക്സ് വരാൻ സാധ്യതയുണ്ടായിരുന്നു. ചില പോർഷൻസൊക്കെ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻസ് വരുന്ന രീതി അങ്ങനെയൊക്കെ അത് വരാൻ വേണ്ടി നമുക്ക് ആ ഒരു സ്കിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് സോൾവ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ എനിക്ക് പിറ്റേ ദിവസം സുവോളജി മാത്സും ആയിരുന്നു ടെസ്റ്റ് പേപ്പർ ഉണ്ടായിരുന്നത്. സുവോളജിയുടെ ഫസ്റ്റ് ചാപ്റ്ററും മാത്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററും ഞാൻ രാവിലെ ഫിസിക്സിൻ്റെ ക്ലാസ് കണ്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബോട്ടണി റിവൈസ് ചെയ്തു. പിന്നെ ഞാൻ സുവോളജിയും പഠിച്ചിട്ടുണ്ടായിരുന്നു. സുവോളജിയുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്തു. ഇനി എനിക്ക് മാത്സും കെമിസ്ട്രിയാണുള്ളത്. സോ ലെറ്റ് സ്റ്റാർട്ട് കെമിസ്ട്രി. ഞാൻ കുറച്ച് നേരം ബ്രേക്കൊക്കെ എടുത്തിട്ടാണ് പഠിക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ഒരിക്കലും പഠിക്കരുത്. ബ്രേക്ക് ഈസ് ഓൾസോ നീഡഡ്. അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഇതായി പോകും, പഠിത്തത്തിന് അങ്ങ് വെറുത്തു പോകും. സോ അത്യാവശ്യം എൻ്റർടൈൻമെൻറ്റ് നല്ലതാണ്. പിന്നെ നമുക്ക് ഒത്തിരി ടൈം കിട്ടാറില്ല. ഇപ്പം എനിക്ക് SSLCയിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് തോന്നിയിട്ടുള്ളത്. എക്സാമിനും പ്രിപ്പയർ ചെയ്യുന്നത് പോലെ തന്നെ ടെസ്റ്റ് പേപ്പറിനും പ്രിപ്പയർ ചെയ്യുക. ചിലരൊക്കെ ടെസ്റ്റ് പേപ്പർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സില്ലി ആയിട്ട് എടുത്ത് പഠിക്കാതിരിക്കും. സോ ഈ ഒരു ടെസ്റ്റ് പേപ്പറിന് പ്രിപ്പയർ ചെയ്യുന്നത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. കാരണം മിഡ് ടൈം എക്സാമിൻ്റെ ടൈമിലാണെങ്കിലും ഓണം എക്സാമിൻ്റെ ടൈമിലാണെങ്കിലും നമുക്കിതൊന്ന് റിവൈസ് ചെയ്താൽ മതി. പിന്നെ +1 കയറി വരുമ്പോഴത്തേക്ക് പുതിയ ടീച്ചേഴ്സ്മാരാണ്. അപ്പം നമ്മുടെ കഴിവ് എന്താണെന്ന് ടീച്ചേഴ്സ്മാർക്ക് തെളിയിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു അവസരം കൂടിയാണ് കേട്ടോ ഇത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഫ്രഷ് ആയിട്ട് വന്നു. പിന്നെ സ്കിൻ കെയർ ഒക്കെ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും കെമിസ്ട്രി റിവൈസ് ചെയ്യുമായിരുന്നു. കെമിസ്ട്രി ഞാൻ ഒന്നും കൂടെ ഒന്ന് വായിച്ച് നോക്കുമായിരുന്നു. കാരണം സാർ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. സോ അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് പറയാൻ വേണ്ടി കിട്ടണമല്ലോ, അതിന് വേണ്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് 20 എലമെൻറ്റ്സ് എഴുതിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കൊന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ ഞാൻ ഒന്ന് എഴുതി നോക്കുമായിരുന്നു, എനിക്കെല്ലാം കിട്ടുന്നുണ്ടല്ലോ എന്ന്. അറ്റോമിക് നമ്പർ, എലമെൻറ്റ്സ്, സിമ്പൽ, അറ്റോമിക് മാസ്, ഇതൊക്കെ ഒന്ന് എഴുതി നോക്കുമായിരുന്നു. കാരണം ഇതെനിക്ക് എഴുതാനാണെങ്കിൽ ഓക്കെയാണ്, എനിക്കറിയാം. പക്ഷേ ഓർഡറായിട്ട് പറയാനാണെങ്കിലും ഞാൻ ഓക്കെയാണ്. പക്ഷേ എനിക്കിങ്ങനെ ഇടയ്ക്കൊന്ന് ചോദിക്കുമ്പോൾ കൺഫ്യൂഷനാണ്. പിന്നെ സാറ് ചോദിച്ചിട്ട് പറഞ്ഞില്ലെങ്കിൽ അടി തരും, അല്ലെങ്കിൽ ഇമ്പോസിഷൻ ഒക്കെ കിട്ടും കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ഇതുവരെ എനിക്ക് അടിയൊന്നും കിട്ടിയിട്ടില്ല, ഞാൻ ചോദിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിവേ നെക്സ്റ്റ് ഞാൻ മാത്സ് ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. സെറ്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. അത് തിങ്കളാഴ്ച ടെസ്റ്റ് പേപ്പർ ഉണ്ടായിരുന്നു. അതിലെനിക്ക് 20ൽ 18 ആയിരുന്നു. ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്തോ ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ അതിലെങ്ങാണ്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ബാക്കി ന്യൂമറിക് ക്വസ്റ്റ്യൻസ് ഒക്കെ കറക്റ്റായിരുന്നു. ഞാൻ ആ ചാപ്റ്റർ അത്യാവശ്യം അന്നൊന്ന് പഠിപ്പിച്ചപ്പോൾ തന്നെ അന്നൊന്ന് പഠിക്കുമായിരുന്നു. കാരണം ഒരു 2 ക്വസ്റ്റ്യനെങ്കിലും സോൾവ് ചെയ്ത് നോക്കുമായിരുന്നു എന്നും. 2 മാത്രമല്ല, ഒരു ദിവസം ഞങ്ങളൊരു 7-8 ക്വസ്റ്റ്യൻസ് കുറഞ്ഞത് ഒരു ടോപ്പിക്കിൽ നിന്ന് പഠിപ്പിക്കാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ അതത്രയും സോൾവ് ചെയ്തിട്ടാണ് ഞാനൊന്ന് കിടക്കാറുള്ളൂ. മാത്സ് മാത്രം അങ്ങനെ എന്തായാലും ചെയ്തിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അത്രയും പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു രാവിലെ 4:30 എഴുന്നേൽക്കണം. 10:30 ആയപ്പോഴാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. സോ അത്രയും നേരം ഞാൻ പഠിക്കുകയായിരുന്നു. ഇല്ല, 4:30 എഴുന്നേൽക്കണമെങ്കിൽ ഇപ്പോഴെങ്കിലും കിടന്നാലേ പറ്റുള്ളൂ. സോ മാക്സിമം ക്വസ്റ്റ്യൻസൊക്കെ സോൾവ് ചെയ്തു, എന്നിട്ട് ഞാൻ കിടന്നു. സോ എനിക്ക് മാത്സിന് പറയാനുള്ളത്, നിങ്ങൾ അന്നന്ന് പഠിപ്പിക്കുന്ന ഒരു 2-3 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്താലെങ്കിലും നിങ്ങൾക്ക് ആ ഒരു കോൺസെപ്റ്റ് തറവാൻ പറ്റും. സോ എനിവേ ബൈ, സീ ഇൻ നെക്സ്റ്റ് വീഡിയോ. നിങ്ങൾക്ക് അടുത്ത എന്ത് വീഡിയോ വേണ്ടതെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ.